അമിതമായി ചിന്തിക്കുന്നത് നിർത്താനുള്ള 8 ജാപ്പനീസ് ടെക്നിക്കുകൾ. ഇക്കിഗൈ. ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്നാണ്. നിങ്ങൾ ഒരു ലക്ഷ്യമുള്ളപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരും ഉണരുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് മടിയോ പ്രചോദിതമോ അനുഭവപ്പെടില്ല. ഇക്കിഗൈയുടെ നിയമങ്ങൾ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെയ്യുക, നിങ്ങൾക്ക് മികച്ചത് ചെയ്യുക, ലോകത്തിന് ആവശ്യമുള്ളത് ചെയ്യുക, നിങ്ങൾക്ക് പണം നൽകാൻ കഴിയുന്നത് ചെയ്യുക. കൈസൻ. അതിനർത്ഥം എല്ലാ ദിവസവും ചെറിയ മെച്ചപ്പെടുത്തലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, വലിയ മെച്ചപ്പെടുത്തലുകൾക്കായി കാത്തിരിക്കുകയല്ല. മറിച്ച് എല്ലാ ദിവസവും 1% മികച്ചതാക്കാൻ ശ്രമിക്കുകയുമാണ്. ഒരു വലിയ ലക്ഷ്യം സജ്ജീകരിക്കുന്നതിനു പകരം നമ്മൾ അതിനെ ഒന്നിലധികം ചെറിയ ലക്ഷ്യങ്ങളായി വിഭജിക്കുകയും അവ ഓരോന്നായി നേരിടുകയും വേണം. ഷോഷിൻ. ഇത് സെൻ ബുദ്ധമതത്തിൽ നിന്നുള്ള ഒരു ആശയമാണ്. അതിനർത്ഥം തുടക്കക്കാരുടെ മനസ്സോടെ കാര്യങ്ങളെ സമീപിക്കുക എന്നാണ്. നിങ്ങളുടെ മനസ്സ് ശൂന്യമാണെങ്കിൽ തുടക്കക്കാരുടെ മനസ്സിൽ അത് എല്ലാത്തിനും തുറന്നിരിക്കുന്നു. നിരവധി സാധ്യതകളുണ്ട്. എന്നാൽ വിദഗ്ധരുടെ മനസ്സിൽ കുറച്ചു മാത്രമേ ഉള്ളൂ. ഹരാഹച്ചിബു. 80% നിറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക എന്നാണ് ഇതിനർത്ഥം. അമിതമായി ഭക്ഷണം കഴിച്ചാൽ അലസത തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് എല്ലാ സമയത്തും ആളുകൾക്ക് സംഭവിക്കുന്നു. അവർ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങുന്നു. കാരണം അവർ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ശരീരം ദഹിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ഉറക്കം വരാൻ തുടങ്ങുന്നു. പകരം നിങ്ങൾ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ നീട്ടിവെക്കാൻ ആഗ്രഹിക്കുന്നു. ഷിൻറിൻ യോക്കു. ജാപ്പനീസ് ഭാഷയിൽ ഷിൻറിൻ എന്നാൽ വനം എന്നാണ് അർത്ഥമാക്കുന്നത്. യോക്കു എന്നാൽ കുളി എന്നാണ്. അതിനർത്ഥം ഒരാൾ നാട്ടുകാരുമായി കൂടുതൽ സമയം ചെലവഴിക്കണം എന്നാണ്. പ്രകൃതിയോടൊപ്പമുള്ള സമയം ചെലവഴിക്കുന്നതാണ് സമ്മർദ്ദത്തെ നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗം. നിങ്ങൾക്ക് സമ്മർദ്ദമോ അമിതഭാരമോ അനുഭവപ്പെടുമ്പോൾ ഒരു വാക്കിങ്ങിന് പോകുക. വാബി സാബി. ഇതിനർത്ഥം പൂർണ്ണതയ്ക്ക് പകരം അപൂർണതയിൽ സൗന്ദര്യം കണ്ടെത്തണമെന്നാണ്. എല്ലാ സമയത്തും കാര്യങ്ങൾ പൂർണ്ണമായിരിക്കാൻ കഴിയില്ല. ചില കാര്യങ്ങൾ പൂർണ്ണമാകാൻ കഴിയില്ല. ശരിയാണ്. അപൂർണതയിലും സൗന്ദര്യമുണ്ട്. കാര്യങ്ങൾ ഉള്ളതുപോലെ സ്നേഹിക്കുക. ഷാഠ്യം പിടിക്കരുത്. അവരെ മാറ്റാൻ ശ്രമിക്കുക. ഗ്യാൻബാരു. മൂല്യവത്തായ കാര്യം ചെയ്യാൻ വളരെയധികം സമയമെടുക്കുന്നു. ഒരാൾ എത്ര കഠിനമായി ശ്രമിച്ചാലും ഫലങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യാവുന്ന ഏറ്റവും മികച്ചത് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. ഗാമൻ. എപ്പോഴും ക്ഷമയും സ്ഥിരോത്സാഹവും കാണിക്കുക എന്നാണ്. കാര്യങ്ങൾ കഠിനമായി പോകുന്നു. നിങ്ങളൊരു യാത്ര പോകുമ്പോൾ അത് സുഖകരമായിരിക്കില്ല. കാര്യങ്ങൾ തെറ്റായി പോകുന്ന ധാരാളം സമയങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. പരാജയങ്ങൾ ഉണ്ടാകും.